കൊമ്പത്തിരുന്ന് പാടണേ കൊമ്പത്തിരുന്ന് പാടണേ സ്റ്റേജ് നിന്ന് പാടണേ മതി. ആ അതാണ്. അപ്പൊ അടുത്ത നറുക്കെടുപ്പ്. അപ്പൊ ആ പാട്ടായില്ലേ? അല്ല, അടുത്തത് നമ്മുടെ നറുക്കെടുപ്പ് ശരത്ത്. ഞാൻ പറയാം, അവിടെ സമ്മാനം കൊടുത്ത് ചടക്കും. ഇവരഞ്ഞൊരു ഒറ്റ ഒന്ന് വിളിപ്പിച്ചെടുത്തിട്ടോ. ശരത്ത് കേട്ടിട്ടോ. പണിയെടുക്കുന്ന ആളാണ്. പിരിഞ്ഞ് അല്ലല്ല വിടായില്ല ഓരൊക്കെ വെറുതെ പറയാണ്. ഞാൻ പാട്ട് പാടാൻ അല്ല, നേരത്തെ അദ്ദേഹം ഇവിടെ ഒരു പാട്ട് പാടി. അബുക്ക അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് നേരത്തെ പാടി പാട്ടത് അബുക്ക കായലരികത്ത്. ഇപ്പൊ ഒരു 4 വരി ഞങ്ങൾക്ക് കേൾക്കണം. ഏതാ? അതാ. അപ്പൊ നല്ലൊരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഒരു പാവാട വേണം, മേലാട വേണം എന്നുള്ളൊരു പാട്ടിന്റെ. നമുക്ക് ഫുള്ള് പാടാനുള്ള സമയമില്ല കേട്ടോ. കുറച്ച് മതി. നിങ്ങൾ പാടിയാ മതി. നമുക്ക് അബുക്കൊക്കെ ഒരു സമ്മാനം കൊടുക്കണേ. നസീബെ അവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ? ഓക്കെ, ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഈ കുട്ടികളെ അബുക്ക പാടുമ്പോ ഒപ്പം പാടി കൈ അടിക്കണം. അടിക്കൂലേ? ഓക്കല്ലേ? നല്ലൊരു കൈ കളിക്കണം. ഇതേ നമ്മുടെ പ്രിയപ്പെട്ട അബുക്ക. ഞാൻ പാടാൻ പോവുകയാണ്. കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആടെ പോട്ടെ, ഇവിടെ നിന്ന് പാടിക്കോളി. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനഞ്ഞിളിക്കും യുപ്പാന്റെ കരളെ ഉമ്മാന്റെ കൊരളെ നിക്കാവിനി നമുക്ക് നിക്കാവി പഠിച്ച് ഉദ്യോഗം കൊടുത്ത് സുൽത്താന്റെ ജനി അബുനരിക്കാരൻ കുരുമണവാളൻ നിക്കാവിനൊരുങ്ങി വരും. ഓ അയ്യാന്റെ നിക്കാവി ഒരുങ്ങി വരും. എന്താ അല്ലേ? അതാണ്. എന്താ അബുക്ക എന്താ പറഞ്ഞേ? അബുക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നസീബെ അബുക്കൊക്കെ ഒരു ഉഗ്രൻ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, 2 പേരും കൂടെ കൊടുക്കുന്നു. അബുക്കൊക്കെ ഒരു തകർപ്പൻ സമ്മാനം, ഒരു ഉഗ്രൻ കൈയടി കൊടുക്കുക. താങ്ക് യു. അപ്പൊ ഇനി അബുക്ക മുന്നിൽ തന്നെ നിന്നോട്ടോ. ഇനി സമയത്തിനടുക്ക് ഞാൻ ഇനിയും വിളിക്കൂട്ടോ. ഇതിലെ മെല്ലെ ഇറങ്ങണേ, ശ്രദ്ധിക്കണേ. മെല്ലെ താഴേക്ക് ഇറങ്ങണേ. അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കണേ. തെറ്റാണ്. ദേവന്ത് രമേശ് ഉണ്ടോ? ദേവന്ത് രമേശ് ആണോ? ഈ ദേവന്തിനെ വിളിക്കുന്നതിൽ ഒരു ടിസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഇവരിങ്ങോട്ട് പോവായിരുന്നു ഇതില്. ഗുഡ് മോർണിംഗ്. അനക്കടിച്ചു നല്ലൊരു കയ്യടി കൊടുക്കേ. അങ്ങനെ ഇംഗ്ലീഷ് പറയാം. പോയതോ ഗുഡ് മോർണിംഗോ? ഫാക്കൽറ്റി സർവീസ് അല്ലേ? ഓക്കെ. ദേവന്ത് അല്ലേ പേര്? ഹോം ഡെലിവറി. മുറിച്ചത് ദമ്മ് ബിരിയാണിയോ? ആദം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന കുഞ്ഞാപ്പൂവിന്റെ കോയന്റെ ഗംഭീരമായ സോങ്. എന്തൊരു എന്തോന്നാ എടാ ഇത് നിങ്ങളുടെ ആണോ? സത്യമായിട്ട് നിങ്ങളുടെ പേര് ഇതല്ലേ? നിങ്ങളുടെ പേര് അതല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇതാണ്. നിങ്ങൾ കാണാതെ നമ്പർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനം കൊടുത്തേ പറ്റുമോ? നിങ്ങൾ ധൈര്യമായിട്ട് കൈയടിക്കും ഇദ്ദേഹത്തിന്. സത്യം പറഞ്ഞാൽ കുഞ്ഞാപ്പൂ അടിക്കൊണ്ടൊരു പരുവായില്ലേ? പിന്നെ വേറെ എന്തോ വരുമ്പോ ആരോ ഒന്ന് ചോദിച്ചു സൈന ആരാണ്? എവിടെ സൈനാന്നല്ലേ? എന്താ ആരാ സൈന? ആരാ? കേറി വരുന്നുണ്ട് എല്ലാവരും. പിന്നെ തച്ചൊല്ലും തോന്നുന്നുണ്ട്. നീർക്കോലിയെ തവളയെ സുളകാന്നൊക്കെ വിളിച്ചിട്ട് കൊടുക്കാം. ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓനെന്ന് പൊട്ടിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. അങ്ങോട്ടൊക്കെ ചാടും ചിലപ്പോ. എന്തോ നിങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടണ കാണാൻ ഇഷ്ടം. അപ്പൊ ഞാൻ പറക്കണ കാണാൻ ഇഷ്ടമല്ല.
അപ്പൊ ഒക്കെ എന്ന് പറയണ്ട, ഏത് ഒന്ന് പറയും. അടിക്കണോ? ഞാൻ കൊടുത്തോളാ, കൊടുത്ത പോരെ. കാണാം അന്റെ കണ്ണു മുന്നല്ലേ, ഇറങ്ങ് കാണാം. കാത്തുന്നു. ഓക്കെ, റെഡി. യാരത്? കൊമ്പങ്കാട് പോയ വാതിലോർക്കെ. ഇന്നക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ വാതിലോർക്കെ, ജുമക്ക് പോവാൻ നേരായി. ഉണ്ണക്കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനബ് വിചാരിച്ച് നടന്നില്ല, പിന്നെ ലജ്ജ. എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. പോരെ? നീ നല്ലൊരു കയ്യടി അടിച്ച, നീ നല്ലൊരു കയ്യടി അടിച്ചേ.